ഗോൾഡി വീണ്ടും പൂന്തോട്ടത്തിൽ വന്നു. എനിക്കൊരു മാംസ കഷ്ണം തരൂ. അത് കഴിക്കുന്നവന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോകണം. ആ പാത്രത്തിൽ ഒരു മാംസം കഷ്ണം പ്രത്യക്ഷപ്പെട്ടു. ഗോൾഡി അതും കൊണ്ട് അവിടുന്ന് പറന്നുപോയി. അവൻ നോക്കിയപ്പോ കുറുക്കന്റെ മകൻ ഒറ്റക്കിരിക്കുകയായിരുന്നു. അവൻ ആ മാംസ കഷ്ണം മുമ്പിലോട്ട് ഇട്ടുകൊടുത്തു. കൊള്ളാലോ, മാംസ കഷ്ണം. എനിക്കാണെങ്കിൽ നന്നായി വിശന്നിരിക്കുകയായിരുന്നു. അവൻ ആ മാംസ കഷ്ണം നല്ല ആസ്വദിച്ച് തിന്നാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ണിന്റെ കാഴ്ചയും പോയി. അയ്യോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇരുട്ടായി മാറിയത്? എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പയ്യെ പയ്യെ കാട്ടിലുണ്ടായിരുന്ന പിള്ളേർക്കൊക്കെ, അത് പക്ഷികളുടെ ആവട്ടെ മൃഗങ്ങളുടെ ആവട്ടെ, ചിലവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് കാണാൻ പറ്റുന്നില്ല. കാട്ടിലെ എല്ലാവർക്കും ഇതൊരു പ്രശ്നമായി തോന്നിയിട്ട് ഒരു സഭ തന്നെ വിളിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നത് വളരെയേറെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാലും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. പരസ്പരം സഹായിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതെ, ഗോൾഡി ശരിയാ പറയണത്. എന്റെ മകൾ ചീനൂന് ഇത് വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ ബുൾബുളിന്റെ വീട് ശരിയാക്കാൻ വേണ്ടി പോയിരുന്നു. എൻ്റെ മകൻ്റെ ശബ്ദം പോയ ദിവസം ഞാൻ ഈ കരടിയുടെ ഗുഹ വൃത്തിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ ആരും മറ്റുള്ളവരെ സഹായിക്കരുത്. എല്ലാവരും അവനവന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാട്ടിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കണത് കണ്ട് ഗോൾഡിക്ക് സന്തോഷമായി. ചിങ്കിക്ക് വളരെ സങ്കടമായിരുന്നു.